കൗതുകവും വിജ്ഞാനവും പകർന്ന് ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ ഒരുക്കിയ ശാസ്ത്ര സാങ്കേതിക പ്രദർശനം. ടെക്സോ 2K25 എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനം കാണാൻ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. വിദ്യാർത്ഥികളുടെ നൂതന സാങ്കേതിക രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്നതിനും സാങ്കേതിക പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുമായാണ് പോളിടെക്നിക് ക്യാമ്പസിൽ ടെക്സോ 2K25 ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനം ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ചു. സ്ഥാപനത്തിലെ മെക്കാനിക്കൽ, സിവിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രൊജക്ടുകളാണ് പ്രദർശനത്തിലുള്ളത്. ഇതിനു പുറമെ NCC പവലിയൻ, ഇല്യൂഷൻ റൂം, ലേസർ ഷോ, 3D ഷോ, റോബോട്ടിക്സ്, ഹൊറർ ഹൗസ് തുടങ്ങിയ പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഇപ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഉള്ള കുറേ കണ്ടുപിടുത്തങ്ങളും കണ്ടു. വളരെ നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇതിന് നേതൃത്വം നൽകിയ എല്ലാവർക്കും താങ്ക് യു. സമീപ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ആദ്യ ദിവസം പ്രദർശനം കാണാനെത്തിയത്. വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരും പ്രദർശനം കാണാനെത്തിയിരുന്നു. AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ അറിവും അത്ഭുതവും പകരുന്നതാണ് പ്രദർശനമെന്ന് കാണാനെത്തിയവർ പറഞ്ഞു. അവസരം കിട്ടിയതിന് വളരെ നന്ദി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഓട്ടോമേഷൻ തുടങ്ങി സാങ്കേതിക രംഗങ്ങളിൽ ലോകം വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ കുട്ടികളിൽ അടിസ്ഥാനപരമായി എന്തെല്ലാം സാങ്കേതികതകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മലബാർ പോളിടെക്നിക് ഒരുക്കിയിട്ടുള്ള ഈ എക്സ്പോ വളരെ പ്രയോജനകരമാണ്. ഞാനതിനെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടുന്ന് കാണാനും പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രയോജനപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാനും പറ്റി. ഇപ്പോൾ ഞങ്ങളും ഇനി ഭാവിയിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാക്കാമല്ലോ. അപ്പോൾ വിവിധ പോളിടെക്നിക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സ്കിൽ ടെസ്റ്റുകളും ഉണ്ടായിരുന്നു. പ്രദർശനം ബുധനാഴ്ചയും തുടർന്നു.